ആശയരംഗത്ത് മാറ്റം വരുത്തിയ മുബ്തദീനോട് ഒരിക്കലും സലാം പറയരുത്, സലാം മടക്കരുത്. എത്ര ദിവസമാണ് ആ ബഹിഷ്കരണം നീണ്ടു നിന്നത്? അല്ലാഹു അവരെ തൗബ സ്വീകരിക്കുന്നത് വരെ 50 ദിവസം. 50 ദിവസമാണത് നീണ്ടു നിന്നത്, ഒന്നും രണ്ടും ദിവസമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയിട്ടും സലാം പറയാൻ നോക്കിയിട്ടുണ്ട്, ഫലമുണ്ടായിട്ടില്ല. സ്വന്തം കുടുംബക്കാരോട് കഅബ് റളിയല്ലാഹു അൻഹു മതിലിനോട് ചാരി നിന്ന് ശബ്ദം മാറ്റി സലാം പറഞ്ഞു നോക്കിയിട്ടുണ്ട്, ഫലമുണ്ടായിട്ടില്ല. തങ്ങളെ തീരുമാനല്ലേ സലാം മടക്കരുത്, അതിന് മാറ്റല്ല. സലാം പറയരുത് എന്നുള്ളത്. മദീനയിൽ കച്ചവടം നടത്തുന്ന ഒരു കടയിലെ ഒരു കച്ചവടക്കാരൻ പോലും ഒരു സാധാരണ ഒരു വർത്തമാനം പോലും പറയാത്ത രീതിയിലായിരുന്നു നിലപാട്. കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസ് എടുത്ത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹും ഇമാം മുസ്ലിം റഹ്മഹുള്ളയും തെളിവ് പിടിച്ചിട്ട് ലോകത്തുള്ള സർവ്വ മനുഷ്യരോടും പറയുന്നു, ഇതുകൊണ്ടാണ് പറയുന്നത്, ആശയരംഗത്ത് വ്യതിയാനം വരുത്തിയ ഒരൊറ്റ മുബ്തദീനും സലാം പറയരുത്, സലാം മടക്കരുത്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ പറയുന്നതും മടക്കുന്നതും നമ്മുടെ ഈമാനിന് കുറവ് സംഭവിക്കുന്ന കാര്യമാണ്. മറ്റൊരു ഹദീസ് നിങ്ങൾ കണ്ടില്ലേ, മല്ലഹിക ഇലാ മുബ്തദീൻ, ഒരു മുബ്തദീനോട് ഒരാൾ ചിരിച്ചാൽ നസഅല്ലാഹു മിൻ ഖൽബിഹി നൂറൽ ഈമാൻ, അവന്റെ ഖൽബിൽ നിന്ന് ഈമാനിക ഒളിവ്, ഈമാനിന്റെ പ്രകാശം അല്ലാഹു ഊരിയെടുക്കും. അതേ, അവനോട് ചിരിക്കാൻ പാടില്ല. അതൊരു സ്നേഹത്തിന്റെ ലക്ഷണമല്ലേ, ഒരു ബഹുമാനത്തിന്റെ ലക്ഷണമല്ലേ? അവനോട് ചിരിച്ചു കൊടുത്തുകൂടാ. ഇസ്ലാമികമായിട്ട് മാറ്റം വരുത്തിയ ആളല്ലേ അവൻ. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, അമലുകൾ മാത്രം ഉണ്ടായാൽ പോരാ, ഈമാൻ വേണം. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാൻ കഴിയണം. നമ്മുടെ നാട്ടിൽ ഒരൊറ്റ വിദേഹത്തുകാരന്റെ പേരും ഞാൻ പറയുന്നില്ല, അവരെ പേര് പറഞ്ഞിട്ട് നമ്മളെ സദസ്സിന്റെ ബർക്കത്ത് പോക്കണ്ടെന്ന് കരുതിയിട്ടാണ്. നമ്മളെ നാട്ടിൽ എത്ര വിദേഹത്തുകാരുണ്ടോ, അവരൊക്കെ ഒരു വിഷയത്തിൽ ഒരേ രൂപത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണ രൂപത്തിൽ കാണുന്നതിൽ എല്ലാ ബിദ്അത്തുകാരും തുല്യരാണ്. അതിലില്ലാത്ത ആരുമില്ല, എല്ലാവരും ഉണ്ട്. സ്വഹാബത്ത് ബഹുമാനിക്കുമ്പോൾ അവർക്ക് ബഹുമാനിക്കാൻ കഴിയോ? സ്വഹാബത്ത് ആദരിച്ചതുപോലെ ആദരിക്കാൻ കഴിയോ?